മന്ത്രി കെ വി ഗണേഷ് കുമാർ 24ഓടൊപ്പം ചേരുകയാണ്. നമ്മളുടെ പരിപാടി മിസ്സിസ് ആൻഡ് മിസ്റ്റർ സവാരി ഗിരിഗിരിയിൽ ഇന്ന് അദ്ദേഹം അതിഥിയായി എത്തുന്നു. ഒപ്പം ഇന്ന് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലൂടെയാണ് നമ്മുടെ യാത്ര. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ സർ? അതെ, തീർച്ചയായിട്ടും മിസ്സസ് ആൻഡ് മിസ്റ്റർ സവാരി ഗിരിയോടൊപ്പം നമുക്ക് ബുള്ളറ്റിൽ ഒരു യാത്ര ആരംഭിക്കാം. സർ, ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് ഇവിടുത്തെ റോഡിന്റെ ഒരു പ്രത്യേകതയാണ്. എനിക്ക് തോന്നുന്നു വളരെ കൃത്യമായി അതിന്റെ ഒരു മേക്കിങ്ങും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായി കിടക്കുന്ന ഒരു റോഡാണ് നമുക്ക് മറ്റ് പല സ്ഥലങ്ങളിലും വെച്ച് നോക്കുമ്പോൾ അങ്ങയുടെ മണ്ഡലത്തിൽ കാണാൻ കഴിഞ്ഞത്. ഈ റോഡുകളുടെയൊക്കെ ടെക്നോളജിയെ കുറിച്ച് ഞാൻ എഞ്ചിനീയേഴ്സുമായിട്ട് എപ്പോഴും ചർച്ച ചെയ്യും. ഇതിന് റോഡ് പണി തുടങ്ങാൻ പണം അനുവദിച്ചു കഴിഞ്ഞാൽ കോൺട്രാക്ടർ വന്നു കഴിയുമ്പോൾ ഞാൻ അവരോടൊപ്പം എഞ്ചിനീയർമാരോടൊപ്പം ഈ റോഡ് മുഴുവൻ സന്ദർശിക്കും. അപ്പോൾ അവിടെ ഓരോ 10 കിലോമീറ്റർ ഉണ്ടെങ്കിൽ 10 കിലോമീറ്റർ നടക്കും. അത് ആ സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പർമാർ, പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ എല്ലാം വിളിക്കും. ഞാൻ വിളിച്ചതിന് ശേഷം ജനങ്ങളോട് അഭിപ്രായം ചോദിച്ചതിന് ശേഷം വെള്ളം എവിടെയാണ് കെട്ടി നിൽക്കുന്നത് കണ്ടുപിടിച്ച് വെള്ളം കെട്ടാത്ത വിധത്തിൽ റോഡുകൾ നിർമ്മിക്കും. പലപ്പോഴും വെള്ളം കെട്ടുമ്പോഴാണ് ഈ റോഡുകളുടെ തകർന്നു പോകുന്നത്. എൻ്റെ മണ്ഡലത്തിലെ പല റോഡുകളും 8 വർഷം വരെയൊക്കെ നമുക്ക് ഗ്യാരണ്ടി കിട്ടിയിട്ടുണ്ട്. 8 വർഷം കഴിഞ്ഞൊക്കെയാണോ ഒന്ന് പാച്ച് വർക്ക് പിന്നെ ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. എങ്ങനെ പോകുന്നു സാർ? നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? ഇനി കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ. പ്രചരണം നന്നായി നടക്കുന്നുണ്ട്, എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട്. നല്ലൊരു സ്നേഹപൂർവ്വമായ ഒരു വരവേൽപ്പാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. അവർ വളരെ സ്നേഹത്തോടെ തന്നെയാണ് എന്നെ കാണുന്നതും. എനിക്ക് വളരെ നല്ല ബന്ധമുണ്ട് എല്ലാവരുമായിട്ട്. 25 വർഷമായിട്ട് നമ്മൾ തുടരുന്നൊരു ബന്ധമാണ്. അപ്പോൾ ആ ബന്ധം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ശക്തമായ മത്സരം നടക്കുന്ന ഒരു ഇടം കൂടിയാണിത്. അല്ല, എല്ലാ മത്സരങ്ങളും ശക്തമാണ്. ഇതിലില്ലാതെ ആരും തിരഞ്ഞെടുക്കപ്പെടാറില്ല. നമ്മൾ ഏതൊരു മത്സരത്തെയും സീരിയസ് ആയിട്ട് തന്നെ കാണുന്നത്. ശ്രീ സൂചിപ്പിച്ച പോലെ ശക്തമായൊരു മത്സരം നടക്കുന്ന മണ്ഡലം കൂടിയാണിത്. അതെ, എല്ലാ മത്സരവും ശക്തമാണ്. ഞാൻ പറഞ്ഞില്ല, ഏതൊരു ഇലക്ഷനും സീരിയസ് ആയിട്ട് നമ്മൾ കാണണം. നമ്മൾ അതിനകത്ത് പ്രവർത്തകരോടും ജനങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ കാണുക, അവരുമായിട്ട് ആ പഴയ സൗഹൃദവും സ്നേഹവും എന്നും നിലനിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം. അല്ലാതെ ഈ പോസ്റ്റ് ഒട്ടിക്കലും വെള്ളം വയ്ക്കലും അതിൻ്റെ കൂടെ ഉള്ളതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ജനങ്ങളോട് പറയുന്നത്. ഇത് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ ചീഫാണ്, എന്റെ ഹസ്ബൻഡും കൂടിയാണ്. ഞങ്ങൾ കുടുംബസമേതം ഒരു യാത്രയിലാണ്. നമ്മൾ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ, ഈ സവാരിഗിരി പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്തായാലും സന്ദർശിക്കണം എന്ന് ഉറപ്പിച്ചൊരു മണ്ഡലമായിരുന്നു ഇത്. ഇത്തവണ കടുത്ത മത്സരം നടക്കുന്നു, സാറ് മത്സരിക്കുന്നു, അങ്ങനെ ഒരുപാട് പ്രത്യേകത കണ്ടതാണ്. ഇത്തവണ മത്സരം കടുപ്പമുണ്ട് അല്ലേ? കുറച്ച് അല്ല, മത്സരത്തിൽ കടുപ്പത്തിൻ്റെ എല്ലാ ഇലക്ഷനിലും നല്ല മത്സരമാണ് നടക്കുന്നത്. ഇപ്പം നമ്മൾ തൊട്ടടുത്ത മണ്ഡലമായ പുനലൂർ UDF സ്ഥാനാർത്ഥി തന്നെ ഇല്ല, LDF സ്ഥാനാർത്ഥി മാത്രമേ ഉള്ളൂ. UDF സ്ഥാനാർത്ഥി ആരാണെന്ന് പോലും ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഈ വശം പുനലൂർ മണ്ഡലമാണ്. കൊട്ടാരക്കരയുണ്ട്, പുനലൂർ മണ്ഡലമാണ്. പുനലൂർ മണ്ഡലത്തിൽ ആരാണ് UDF സ്ഥാനാർത്ഥി എന്ന് പോലും ആർക്കും അറിയില്ല. അങ്ങനെ ഒരു ഭാഗ്യം ചില സ്ഥലങ്ങളിൽ കിട്ടാറുണ്ട്, എതിരില്ലാത്ത തെരഞ്ഞെടുപ്പ്. ഇവിടെ അങ്ങനെയല്ല, എല്ലാ തവണയും നല്ല മത്സരം തന്നെയാണ്. ജഗദീഷ് മത്സരിച്ചപ്പോഴും എല്ലാം നല്ല മത്സരം തന്നെയായിരുന്നു. ഞാൻ മത്സരിച്ചിട്ടുള്ളത് എല്ലാം കരുത്തന്മാരായ നേതാക്കളുമായിട്ടാണ്. ഞാൻ UDF നിൽക്കുന്ന കാലത്ത് CPM-ൻ്റെ 2 ജില്ലാ സെക്രട്ടറിമാരുമായി മത്സരിച്ചിട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടറിയായിട്ട് മത്സരിച്ചിട്ടുണ്ട്, പ്രകാശ് ബാബു സാറായിട്ട് മത്സരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ CPI-യുടെ ജില്ലാ പ്രസിഡന്റായിരുന്ന ചന്ദ്രമോഹൻ ചേട്ടനുമായിട്ട് മത്സരിച്ചിട്ടുണ്ട്. അങ്ങയുടെ ഒരു ക്യാമ്പയിൻ ടാഗ്ലൈൻ വികസനം തന്നെയാണ്. അതെ, നാടിന് ചെയ്യുന്ന നന്മയാണ് വികസനം. ആളുകൾ ഈ പൊതുവികസനം, റോഡുകൾ, പാലങ്ങൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും അതിലുപരിയായി ഒരാളോട് പോലും ഞാൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ജാതിയോ മതമോ നിങ്ങൾ ഏത് പാർട്ടിയാണെന്ന് ചോദിച്ചിട്ടില്ല. എന്നെ സമീപിക്കുന്ന എല്ലാവർക്കും എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യം ആ നിമിഷം ഞാൻ ചെയ്യും. പക്ഷെ പറ്റില്ലെങ്കിൽ ഞാനിത് നിയമപരമായി തടസ്സമുള്ള കാര്യമാണെന്ന് അവരോട് ബോധ്യപ്പെടുത്തും. മിനിസ്റ്റർ, ഈ തവണ പക്ഷേ ഈ പ്രചരണത്തിൽ കാണുന്ന ഒരു വാക്ക്, അത് പ്രധാനമായിട്ടും ഒരു ഡീല് നടക്കുന്നുണ്ട് എന്നാണ് UDF ആരോപിക്കുന്നത്, പ്രതിപക്ഷ നേതാവ് തന്നെ ആരോപിക്കുന്നത്. അല്ല, അത് ഡീലിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറയാൻ തുടങ്ങിയത് പാലക്കാട്ടെ മത്സരം വന്നപ്പോഴാണ്. പാലക്കാട് സ്ഥിരമായി ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതായത് പാലക്കാട് BJP സ്ഥാനാർത്ഥി ജയിക്കരുന്ന ലക്ഷ്യത്തോടുകൂടി എപ്പോഴും UDF-ന് ഒരു മുൻതൂക്കം ഉണ്ടെന്ന് തോന്നുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ, ഞാൻ ഉള്ള സത്യം പറയാണ്, രാഷ്ട്രീയമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ തന്നെ BJP ജയിക്കാൻ പാടില്ല എന്ന വർഗീയ ശക്തികൾ ജയിക്കരുതെന്ന താല്പര്യത്തോടെ വോട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് അനുഭവിച്ചാണ് പാലക്കാട് പലപ്പോഴും UDF ജയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വരുന്നു, അദ്ദേഹം ഒരു മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് അവിടെ വളരെ നല്ല കോൺടാക്ട്സ് ഉണ്ട്. അതായത് അവിടെ അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഒരു ഗ്രൗണ്ട് അവിടെ ഉണ്ട്. അപ്പോൾ ആ സ്ഥാനാർത്ഥി വരുമെന്നൊരു പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തിന് പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പുകളും അദ്ദേഹത്തിൻ്റെ വ്യവസായി എന്ന നിലയിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് ബന്ധങ്ങളുണ്ട്. അപ്പോൾ ആ സ്ഥാനാർത്ഥി വന്നപ്പോൾ ഇവർ ഭയന്നു, പഴയ പരിപാടി നടക്കില്ല. ഏതാണ് ആ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പുണ്ട്. അപ്പം LDF-ൻ്റെ ഒരു വോട്ട് പോലും BJP ജയിക്കില്ല എന്ന് ഞങ്ങൾ ഉറപ്പിക്കും. അപ്പോൾ ഇപ്പോൾ മത്സരം നടക്കുന്നത് LDF-ഉം BJP-യും തമ്മിലാണ് അവിടെ. ആ സംഭവം വന്നപ്പോൾ ഇവരൊന്ന് ഞെട്ടി. അപ്പോൾ എന്ത് ചെയ്തു? BJP-യുമായിട്ട് ഡീലാണ്. BJP-യായിട്ട് ഡീലുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രനെതിരെ ഇത്ര കരുത്തനായ ഒരു സ്ഥാനാർത്ഥി ഞങ്ങൾ മത്സരിപ്പിക്കില്ല. അദ്ദേഹം ഒരു വ്യവസായി ആയതുകൊണ്ട് കരുത്തനല്ല രാഷ്ട്രീയത്തിൽ എന്ന് പറയാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങളാണ് പ്രധാനം. അപ്പോൾ അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ആ ഡേറ്റ് നോക്കിയാൽ എന്നാണോ ആ സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിച്ച് തൊട്ടടുത്ത ദിവസം ഡീൽ എന്നൊരു കഥയുമായിട്ട് വന്നു. ഇത് പരാജയ ഭീതി കൊണ്ടുള്ളതാണ്, അല്ല ഡീലിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഡീൽ നടത്തിയിട്ടുള്ളത് കോൺഗ്രസ് ആണ്. പണ്ട്
ശ്രീ രാമൻപിള്ള അദ്ദേഹം ഉള്ള സമയത്ത് അദ്ദേഹത്തെ തിരുവനന്തപുരം ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ലീഡറുടെ കാലത്താണ് ഏറ്റവും ദുർബലനായ സ്ഥാനാർത്ഥിയായിട്ട് ബി വിജയകുമാറിനെ ഇട്ടുകൊടുത്തു. പക്ഷേ അന്ന് രാജീവ് ഗാന്ധി മരിച്ചു. ആ ഒരു തരംഗത്തിൽ രാമൻപിള്ള അദ്ദേഹം തോറ്റുപോയി, ബി വിജയകുമാർ ജയിച്ചു. അങ്ങനെയാണ് ബി വിജയകുമാർ എം എൽ എ. വിജയകുമാറിനെ ശരിക്കും പറഞ്ഞാൽ കുരുതി കൊടുക്കാൻ വേണ്ടി കോൺഗ്രസ് UDF ഇട്ട സ്ഥാനാർത്ഥിയാണ്. പക്ഷെ അദ്ദേഹം MLA ആയിട്ട് വന്നു. പിന്നീട് രണ്ടാം തവണ അദ്ദേഹം ജയിച്ച MLA ആയി. അപ്പോൾ ഇതൊക്കെ അവരുടെ ഡീലുകളാണ്. ഡീൽ നടത്തി പരിചയമുള്ളവർക്കാണ് ഡീലിനെ പറ്റി നന്നായി അറിയാവുന്നത്. ഡീലിലൊന്നും ജനം വിടില്ല എന്നുള്ളതാണ് അല്ലേ? ജനവിധി അതിനും മുകളിലായിരിക്കും. ഡീലൊന്നുമില്ല. കാരണം കേരളത്തിലെ മതേതരത്വം നിലനിർത്തുന്നതിൽ മതസൗഹാർദ്ദം നിലനിർത്തുന്നതിൽ 10 വർഷം ഇടതുപക്ഷ മുന്നണി സർക്കാർ വൻ വിജയം കൈവരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ഭരണകാലത്ത് ഈ 10 വർഷത്തിനിടയിൽ ഒരു വർഗീയ കലാപമോ ഒരു വർഗീയമായ പിണക്കമോ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ അല്ലെങ്കിൽ മറ്റ് സമുദായക്കാരെ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പലപ്പോഴും പെന്തക്കോസ് സമുദായത്തിന് പള്ളികളെ സംബന്ധിച്ചൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം വളരെ ശാന്തമായി തീർക്കാനും അതൊക്കെ നിയമപരമായി തന്നെ തീർക്കാനും പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു നേട്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡീല് നടത്തി പരിചയമുള്ളവർക്കറിയാം. പക്ഷേ നമുക്ക് ഡീലില്ല. ഈ പാലക്കാട് സ്ഥാനാർത്ഥി വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് സ്ട്രോങ് സ്ഥാനാർത്ഥി വരിക സ്വതന്ത്രനാണ്. സ്വതന്ത്രൻ എല്ലാവരും വോട്ട് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ബന്ധങ്ങൾ, സാമൂഹ്യമായ ബന്ധങ്ങൾ, സാമുദായികമായ ബന്ധങ്ങൾ അതോടൊപ്പം LDFിൻ്റെ വോട്ട് കൂടി വന്നു ചേരുമ്പോൾ ജയിക്കും. അപ്പോൾ പഴയ ഫോർമുല ഷാഫി പറമ്പിൽ ശ്രീധരൻ മത്സരിക്കുമ്പോൾ ഷാഫി പറമ്പിൽ വളരെ നിസ്സാര വോട്ടാണ് ജയിച്ചത്. അദ്ദേഹം വലിയ കരുത്തുറ്റ നേതാവാണെന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ നിസ്സാരമായിട്ടാണ് കയറി പറ്റിയത്. ആ കയറി പറ്റുന്ന സമയത്ത് അദ്ദേഹം ആശ്രയിച്ചത് LDFിൻ്റെ വോട്ട് തന്നെയാണ്. അത് നമുക്ക് പഠിച്ചാൽ മനസ്സിലാവും. ഈ പ്രചരണ അവസാന ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ശബരിമലയും UDF പ്രതിപക്ഷ നേതാവ് പ്രചരണത്തിലേക്ക് ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് കുറേ നാളായിട്ട് എവിടെ ശബരിമല എന്ന് പറയുമ്പോൾ നമ്മളൊരു വികാരം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ മാത്രം ഒരു വികാരമല്ല. അത് ഇതര സമുദായക്കാർക്കും ശബരിമലയുടെ ഒരു വ്യക്തി വികാരമുണ്ട്. കാരണം ഞങ്ങളുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ഓണം കഴിഞ്ഞാൽ വ്യാപാരികൾ, മറ്റ് കച്ചവടക്കാർ, മറ്റ് ജീവനക്കാർ, പല വിഭാഗത്തിൽപ്പെട്ടവർ ജീവിക്കുന്നത് ഈ ശബരിമല സീസൺ കൊണ്ടാണ്. അപ്പോൾ ശബരിമലയെ തകർക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ആത്മീയ വിശ്വാസത്തിലുപരിയായി അവനവൻ്റെ ജീവിതം തന്നെ വഴിമുട്ടും എന്ന ചിന്ത ജനങ്ങളിൽ ഉണ്ടാക്കും. ഇത് മുതലെടുക്കാനുള്ള ശ്രമമാണ് പഞ്ചായത്ത് ഇലക്ഷനിൽ നടത്തിയത്. ഇപ്പോൾ ഒന്നും വിഷയമില്ലാത്തതുകൊണ്ട് വീണ്ടും അത് പൊടി തട്ടി എടുത്തേക്കാം. ഇപ്പോൾ വലിയ വിഷയമല്ല, ആ വിഷയം ഒരു പ്രസക്തമായ വിഷയമല്ല. സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമല്ല എന്ന നിലപാട് ഗവൺമെൻറ്റും ദേവസ്വം ബോർഡ് സ്വീകരിച്ച് സുപ്രീം കോടതി അറിയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ശബരിമല ഇപ്പോൾ ഒരു വിഷയമല്ല, കാരണം കോടതിയുടെ പരിഗണനയ്ക്കുന്ന വിഷയമാണ്. ശബരിമല വിഷയത്തിൽ ആരെങ്കിലും പണം അടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനേ കഴിയത്തുള്ളൂ ഒരു ഗവൺമെൻറ്. അല്ലാതെ അവരെ പിടിച്ച് ബലമായിട്ട് ഒരു മുറിയിലിട്ട് ഇടിക്കാനൊന്നും പറ്റത്തില്ല. അത് ഗവൺമെൻറ് കൃത്യമായി ചെയ്തിട്ടുണ്ട്. കോടതി കൃത്യമായി അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതൊരു വിഷയമല്ല. അത് ശബരിമല എന്നല്ല, ഏത് ക്ഷേത്രത്തിൽ നിന്നും ഏത് പൊതുസ്ഥാപനത്തിൽ നിന്നും കട്ടവർ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും. സംശയിക്കേണ്ട അക്കാര്യത്തിൽ. ആ പ്രചരണം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അത്ര പഞ്ചായത്തിലായിരുന്നു അത് പ്രധാനമായിട്ട് പ്രചരിപ്പിച്ചു. ഇപ്പോൾ വലുതായിട്ട് കേൾക്കുന്നില്ല. പിന്നെ ഈ എന്ത് അസഭ്യവും അനൗൺസ് ചെയ്യുന്ന തരത്തിലേക്ക് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും ഒക്കെ നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 16 നിയമമുള്ളതിൽ ഏറ്റവും മ്ലേച്ഛമായ പ്രചരണമാണ് മൈക്കിലൂടെ റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ 2 വണ്ടികളാണ് പിടിച്ചെടുത്തത്. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് ഇന്ന് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അടക്കം പരാതി കൊടുക്കുകയാണ്. കാരണം മത്സരിക്കുന്ന എതിർ സ്ഥാനാർത്ഥിക്കെതിരെ അസഭ്യം പറയുന്നതും ചെയ്യുന്നതും സ്ഥാനാർത്ഥിയുടെ പ്രചരിപ്പിക്കുന്ന സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ റദ്ദാകാൻ സാധ്യതയുണ്ട്. ആ നിലയിൽ ഞങ്ങൾ പരസ്യം കൊടുക്കാൻ പോകും. ഞങ്ങൾ പരാതി കൊടുക്കുകയാണ്. കാരണം ഇത് സ്ഥാനാർത്ഥി തന്നെ സ്വന്തം വാഗൊണ്ട് വളരെ മോശമായിട്ട് എതിർ സ്ഥാനാർത്ഥിയെ പറ്റി പറയുന്ന നിലവാരം കുറഞ്ഞ ഒരു രാഷ്ട്രീയമാണ് ഇപ്പോൾ പത്തനാപുരത്ത് കണ്ടുവരുന്നത്. അതിനെ ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഇന്നലെ ഒരു പ്രായം ചെന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞത് നിങ്ങളെ ജയിപ്പിക്കും എന്ന് പറഞ്ഞു. എന്താണ് എന്ന് പറയാനുള്ള കാരണം അദ്ദേഹം പറഞ്ഞു, ഇന്നലെ ഇവിടെ വന്ന് നിങ്ങളുടെ എതിർ സ്ഥാനാർത്ഥി നിങ്ങളെപ്പറ്റി വളരെ മോശമായി സംസാരിക്കും. അപ്പോൾ ഞാൻ തീരുമാനിച്ചു നിങ്ങളെ ജയിപ്പിക്കും എന്ന് തീരുമാനിച്ചു എന്നാണ്. അതാണ് വികാരം. യഥാർത്ഥ സംസ്കാരം എന്ന് പറയുന്നത് ഒരാളെ പുലഭ്യം പറയുന്ന കേട്ടാൽ എല്ലാ വചനങ്ങൾ പറയുന്ന കേൾക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കണം എന്ന് ചിന്തിക്കുന്ന ജനങ്ങളാണ് പത്തനാപുരത്തുള്ളത്. ഇതൊരു വ്യക്തി എന്നോട് എല്ലാവരും നിൽക്കുമ്പോൾ പരസ്യമായിട്ട് പറഞ്ഞാണ്, ഞാനൊരു രാഷ്ട്രീയമുള്ള ആളല്ല, പക്ഷേ ഞാൻ നിങ്ങളെ ജയിപ്പിക്കും എന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇന്നലെ നിങ്ങളെപ്പറ്റി വളരെ മോശമായി ഇവിടെ പ്രസംഗിച്ചു, അതുകൊണ്ട് നിങ്ങളെ ജയിപ്പിക്കുന്നു. അതാണ് കേരളത്തിലെ ജനങ്ങളുടെ ഒരു രീതി. സംസ്കാരശൂന്യമായ പ്രചരണമാണ് പത്തനാപുരത്ത് നടക്കുന്നത്. നിങ്ങൾക്ക് ഇന്നലെ ഈ 2 വണ്ടി ഇലക്ഷൻ കമ്മീഷൻ പിടിച്ചെടുത്തു. 2 വണ്ടിയിലും റെക്കോർഡറായിട്ടുള്ള മെസ്സേജുണ്ട്. അത് ഇലക്ഷൻ കമ്മീഷനെ കൈമാറിയിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ CCയുടെ എടുത്തതിനകത്ത് ഒരു USB-ക്കകത്ത് ഇത്രയും വളരെ മോശമായ, വളരെ നിലവാരം കുറഞ്ഞ വ്യക്തിഗത ചെയ്യുന്ന പരാമർശങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് അനൗൺസ് ചെയ്യുന്ന വ്യക്തിയല്ല ഇത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. സ്ഥാനാർത്ഥി തന്നെ അറിഞ്ഞുകൊണ്ട്, സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ ഏജൻറ്റും അറിഞ്ഞുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വികസനത്തെക്കുറിച്ച് LDF സർക്കാരിൻ്റെ നേട്ടത്തെക്കുറിച്ച് മാത്രമാണ് ജനങ്ങളോട് പറയുന്നത്. അഭിമാനത്തോടെ ഇവിടെ ഇപ്പോൾ നിൽക്കുമ്പോൾ ഇതിപ്പോൾ നമ്മുടെ മണ്ഡലത്തിൻ്റെ അതിർത്തിയാണ്. അങ്ങോട്ട് മാറി നിന്നാൽ എൻ്റെ മണ്ഡലമായി. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന്
ഒരു 500 മീറ്റർ ചുറ്റളവിൽ എവിടെ ഈ മണ്ഡലത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും 500 മീറ്റർ ചുറ്റളവിൽ നോക്കിയാൽ ഗണേഷ് കുമാർ MLA കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ ഒന്നുകിൽ MLA ഫണ്ടായിരിക്കും അല്ലെങ്കിൽ സർക്കാർ ഫണ്ടായിരിക്കും. റോഡുകൾ അല്ലെങ്കിൽ പാലങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കൂൾ കെട്ടിടം, അംഗൻവാടി, എന്തെങ്കിലും ഒരു സാധനം കാണും. അത് എവിടെ നിങ്ങൾ പറയുന്ന ഞാൻ നിങ്ങളുടെ കൂടെ വരാം, നിങ്ങൾ പറയുന്ന സ്പോട്ടിൽ ഞാൻ ഇറങ്ങാം, അവിടെ നിന്നുകൊണ്ട് 500 മീറ്ററിനകത്തുള്ള കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം, നിങ്ങൾക്ക് പോയി സന്ദർശിക്കാം. സാറുമായിട്ട് വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വരുന്ന വഴിയിലൊക്കെ കണ്ടതാണ്. ആ റോഡിന്റെ കാര്യം നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ തരക്കേടില്ല. റോഡ് അതുപോലെ മറ്റ് കെട്ടിടങ്ങൾ പുതിയ എല്ലാം അല്ല കെട്ടിടങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുള്ളൂ. ഒരു കെട്ടിടം പോലും വാർത്ത ചെയ്തിട്ടുള്ള ഒരു കെട്ടിടങ്ങൾ ചോരുകയോ ചരിയുകയോ അങ്ങനെ ഒരു ദുർബലമായി ചെയ്യില്ല. ക്വാളിറ്റിയുള്ള വർക്ക് എടുക്കുന്ന കോൺട്രാക്ടർമാർ മാത്രമേ ഇവിടെ വരാറുള്ളൂ. കാരണം അവരെ ആരും ഡിസ്റ്റർബ് ചെയ്യില്ല, അവരെ ആരും ചെന്ന് പിരിവിന് ചെല്ലില്ല, ഒന്നും ചെല്ലില്ല. 98 കോടി രൂപയുടെ ആശുപത്രി പത്തനാപുരത്ത് പണിയുന്നുണ്ട്. ആ കോൺട്രാക്ടർ ആരാണെന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ല, ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല. അന്ന് ആ മാനേജർമാർ വന്ന് പണി തുടങ്ങുകയാണെന്ന് പറഞ്ഞ് പോയി. അല്ലാതെ നമ്മളെ പണി ഇടയ്ക്കിടയ്ക്ക് സൂപ്പർവൈസ് ചെയ്യും എന്നുള്ളതല്ലാതെ ഈ റോഡുകൾ ഇപ്പം പണ്ട് തന്നെ ഒരു റോഡിൽ കട്ട ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഇളയ അപ്പോൾ ഇതിനെ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ആക്രമിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. കാരണം ഇറങ്ങി കിടക്കുന്ന കട്ട ഇനി ഉറപ്പിക്കണമെന്ന് പറഞ്ഞു. ആ സ്ഥലത്ത് വേണമെങ്കിൽ നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം. അവിടെ ഇപ്പോഴും ആ കല്ല് ഇറങ്ങിയിട്ടില്ല. ഞാൻ അന്ന് ശകാരിച്ചതിൻ്റെ പേരിൽ പറഞ്ഞെങ്കിലും അന്ന് കൃത്യമായി ഞാൻ അത് ചെയ്തത് കൊണ്ട് ആ കട്ട ഇന്നും ഇളകി പോയിട്ടില്ല, അവിടെ കിടപ്പുണ്ട്. ആ സ്ഥലത്ത് ചെയ്ത വർക്ക് ഇന്നും പൊളിഞ്ഞിട്ടില്ല എന്നുള്ള ഞാൻ റോഡിൻ്റെ കാര്യത്തിൽ ഞാൻ അവിടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി, ഈ റോഡ് പണിയുന്നതിന് മുമ്പ് കോൺട്രാക്റ്റ് കിട്ടും, ഒരാൾ കോൺട്രാക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എഞ്ചിനീയർമാരും ഈ കോൺട്രാക്ടറുമായിട്ട് ഞാൻ ഇപ്പോൾ 27 കിലോമീറ്റർ ഉണ്ടെങ്കിൽ 27 കിലോമീറ്റർ നടക്കും. കുറച്ചുകൂടെ നടക്കും, പിന്നെ വണ്ടി കയറും, അടുത്ത ആൾ നിൽക്കേണ്ട സ്ഥലത്ത് പോയിന്റുകൾ നിർത്തി വളവുകൾ എല്ലാം ജനങ്ങളെ വിളിക്കും. എല്ലാ പാർട്ടിയുടെയും മെമ്പർമാരെ വിളിക്കാറുണ്ട്, രാഷ്ട്രീയ പാർട്ടിക്കാർ വന്ന് കൂടാറുണ്ട്. ഞങ്ങളെല്ലാം കൂടുന്ന സമയത്ത് ജനങ്ങൾ, വ്യാപാരികളെല്ലാം ഇറങ്ങി വരും, ഓട്ടോ ഡ്രൈവർമാർ വരും, അവരുമായിട്ട് ചർച്ച ചെയ്യും. ഇവിടെ എന്താണ് വെള്ളം കെട്ടി നിൽക്കുകയാണ്, ഇവിടെയാണ് പൊളിഞ്ഞു പോകുന്ന സ്ഥലം എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ സംസാരിച്ചതിന് ശേഷം അതിന് പരിഹാരം കണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഒരു റോഡിൻ്റെ ലൈഫൊക്കെ 8 വർഷം വരെ പോകുന്നു. ഈ വികസനത്തിന് ജനം വിധി എഴുതുമെന്നാണ് വിശ്വാസം. തീർച്ചയായിട്ടും. കാരണം വിശ്വസ്തത എന്നൊരു കാര്യമുണ്ട്. അഴിമതി ഇല്ലാതെ ഞാൻ എൻ്റെ 25 വർഷ രാഷ്ട്രീയ ജീവിതത്തിൽ വ്യക്തിപരമായി എന്നെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നതല്ലാതെ ഞാൻ ഒരിക്കലും അഴിമതി ചെയ്യില്ല. ഞാനതിനെതിരാണ്. എൻ്റെ വകുപ്പിൽ പോലും അഴിമതി മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള കരുത്തുള്ള ഒരാളാണ് ഞാൻ. ഒരു അംഗം മാത്രമുള്ള ഒരു പാർട്ടിയാണ്. എനിക്ക് മുഖ്യമന്ത്രിയിൽ നിന്ന പിന്തുണ കൊണ്ട് ഞാൻ ഒരു പരിധി വരെ അത് സാധിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ട്രാൻസ്പോർട്ട് രംഗത്ത് കൊണ്ടുവന്ന നന്മ, അതിൻ്റെ ഉയർച്ച, ഡൽഹിയിലൊക്കെ ഇരിക്കുന്ന വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഒറ്റ കാര്യം ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് കേരളത്തിലെ ആ ഒരു KSRTC യാത്രയാണ്. KSRTC യാത്ര ചെയ്യാൻ ആളുകൾ കൊതിക്കുന്ന ഒരു നിലയിലേക്ക് കൊണ്ടുവരികയും KSRTC ജീവനക്കാരുടെ ഒരു സന്തോഷം, അവർ രാഷ്ട്രീയം മറന്ന് എന്നെ സഹായിക്കുന്നുണ്ട്. പത്തനാപുരത്ത് മാത്രമല്ല, അവർ എല്ലാ സ്ഥലത്തും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് പ്രചരണത്തിന്. അവർ വീടാന്തരം കയറി ഇറങ്ങുന്നുണ്ട്. അവർക്ക് ഞാൻ നൽകിയ സ്നേഹം, അവിടെ ഒരു മന്ത്രിയും ഒരു ജീവനക്കാരും തമ്മിലുള്ള ബന്ധമല്ല, അവർ നമുക്ക് തന്ന സ്നേഹം നമ്മൾ അവർക്കത് അറിയാം. ഞാൻ അവരോട് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, അവർക്ക് കൊടുത്ത ശമ്പളം കൃത്യമായി കൊടുത്തതും വരുമാനം വർദ്ധിപ്പിച്ചു. ഇന്ന് KSRTC ജീവനക്കാരൻ എന്ന് പറയുന്നത് അവർ യൂണിഫോം ഇട്ടുകൊണ്ട് തന്നെയാണ് വീട്ടിൽ പോകുന്നത്. മറ്റു യൂണിഫോം ഊരി വെച്ചിട്ട് വീട്ടിൽ പോകുള്ളായിരുന്നു. കാരണം പോകുന്ന വഴിക്ക് ആരെങ്കിലും കണ്ടാലും KSRTC അല്ലേ അവരെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെ ആ നിലയിലേക്ക് മാറ്റിയെടുത്തത് എൻ്റെ ഒരു ശക്തി എന്താണെന്നറിയാം. ഞാനിതെല്ലാം ചെയ്യുമ്പോൾ ചിലരും പറയും, ഇയാൾ എന്തിനാണ്, ഇയാൾ അഹങ്കാരം കൊണ്ട് ഹെഡ് വെയിറ്റ് ആണ്, അങ്ങനെ അയാൾ തീരുമാനം, അയാൾ ആരാ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഞാൻ ഒറ്റ കാര്യമുണ്ട്, എൻ്റെ ഉള്ളിലുള്ള ഒരു സാധനം, പത്തനാപുരത്തെ ജനങ്ങൾ എന്നെ കൈവിടിയില്ല എന്നുള്ളത്. ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ളതിൽ ഞാൻ കൊണ്ടുവരുന്ന എല്ലാ പരിഷ്കാരങ്ങളും ചിലപ്പം ഉണ്ടാകുമ്പോഴും ഞാൻ കരുതുന്നത് എന്തറിയാം, എൻ്റെ ജനങ്ങൾ, എൻ്റെ സ്നേഹിക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങളായ പത്തനാപുരത്തുകാർ എൻ്റെ കൂടെയുണ്ട്. അവരുടെ ആത്മബലത്തിലാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞത് അവർ നൽകിയ ശക്തിയാണ്. ഇപ്പം KSRTC നന്നായി എന്ന് പറയുമ്പോൾ ഗണേഷ് കുമാറിന് ഒരു ഷേക്ക് ഹാൻഡ് തരുമ്പോൾ ആ ഷേക്ക് ഹാൻഡ് എന്ന് പറയുന്നത് പത്തനാപുരത്ത് എന്നെ വോട്ട് ചെയ്ത് ജയിച്ച ഓരോ ആൾക്കാർക്കും ഉള്ളതാണ്. അവരാണ് അഭിമാനം. അവർ തിരഞ്ഞെടുത്ത ആൾ, അവർ തിരഞ്ഞെടുത്ത ആൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അവരുടെ തിരഞ്ഞെടുപ്പ് ശരിയായി എന്നുള്ളതാണ്. പിന്നെ പ്രവാസികൾക്കെല്ലാം ഒരു സന്തോഷമുള്ള കാര്യമുണ്ട്. മുമ്പൊക്കെ പത്തനാപുരത്തുകാരാന്ന് പലരും പറയാൻ മടിക്കും. ഇന്ന് ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നിട്ട് ഞാൻ പത്തനാപുരത്തുകാരനാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പത്തനാപുരത്തുകാരിയാണെന്ന് പറഞ്ഞാൽ, അവിടെ നിൽക്കുന്ന ആൾ ചോദിക്കും, മലയാളിയാണെങ്കിൽ ചോദിക്കും, ഗണേഷ് കുമാറിൻ്റെ സ്ഥലമല്ലേ ചോദിക്കും. ചോദിച്ചിട്ട് അവരോട് പറയാം, എന്താ നിങ്ങൾ വന്ന കാര്യം, ഇരിക്കൂ എന്ന് പറയാം. എൻ്റെ നാട്ടുകാർക്ക് ഇരിക്കാം, ഒരു കസേര എവിടെയും കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അത് പല പ്രവാസികളും എന്നോട് പറയാറുണ്ട്. ലോകത്തിൻ്റെ എവിടെ ചെന്നാലും ഒരു മലയാളിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ പത്തനാപുരത്തുകാരനാണെന്ന് പറഞ്ഞാൽ ഗണേഷ് കുമാറിൻ്റെ സുഹൃത്താണോ എന്ന് ചോദിക്കുകയും, എനിക്കെതിരെ ഇലക്ഷൻ വോട്ട് പിടിച്ചവർ പോലും എൻ്റെ സുഹൃത്താണെന്ന് പറയാറുണ്ട്. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. അവർക്ക് ആ ഒരു ആനുകൂല്യം എന്ത് സന്തോഷമായിട്ട് കിട്ടുന്നു, എനിക്ക് ആ സന്തോഷം. 2 പതിറ്റാണ്ടിലേറെ കാലം ജനപ്രതിനിധിയായ ശേഷവും അങ്ങനെ ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുക, മണ്ഡലത്തിൽ വന്ന് നോക്കാൻ പറയുക എന്നുള്ളത് തന്നെയാണ് അങ്ങയുടെ ഏറ്റവും വലിയൊരു അസറ്റായി കാണുന്നത് ഈ ഒരു യാത്രയിൽ. എന്തായാലും നമ്മൾ കേരളം മുഴുവൻ യാത്ര ഉള്ളതുകൊണ്ട് സമയം കളയണ്ട, അംഗം പ്രചരണത്തിന്റെ തിരക്കിലേക്കാണ്. ഓക്കെ, എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.